പേര് ലിൻസി. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വെക്കേഷന് വന്നതാണ്. ഞാൻ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോണ ചർച്ച് ഇടവകാംഗമാണ്. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചത്. അത് ഞാൻ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ്. ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 1 വർഷമായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ അക്കോമഡേഷൻ തന്നിരുന്നു. പക്ഷെ അത് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് വെളിയിലായിരുന്നു. അവിടെ ഒട്ടും സേഫ് അല്ലായിരുന്നു. നല്ല റിമോട്ട് ഏരിയ ആയത് കാരണം റോബറി ഉണ്ടായിരുന്നു, വീടിൽ നേരെ കല്ലേറ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും സമാധാനത്തോടെ സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കാൻ സാധിച്ചിരുന്നില്ല. അമ്മ മാതാവിനോട് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ആ വീട് മാറ്റി ലഭിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അധികാരികളോട് പറഞ്ഞപ്പോൾ അവർ ആ വീട്ടിൽ തന്നെ താമസിക്കാനാണ് പറഞ്ഞിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ഹസ്ബൻഡിന് മെസ്സേജ് ലഭിച്ചു 11-ാം തീയതി ഇതിന് തീരുമാനമുണ്ടാകുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ വീട് ലഭിച്ചു താമസിക്കാനായിട്ട്. അവിടെ ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകുന്നു. കൂടാതെ 2ാമത്തെ കാര്യം, ഞാൻ ഓസ്ട്രേലിയയിൽ പോയത് ടെമ്പററി വിസയ്ക്കാണ്. 2 വർഷം ഉണ്ടായിരുന്നുള്ളൂ വിസ. അപ്പോൾ OETയുടെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ PR-ന് ഇട്ടു. പക്ഷേ PR-ൻ്റെ പേപ്പർ വർക്കൊന്നും മൂവ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞത് കേട്ടത്, ഉടമ്പടി ധ്യാനം ഏതെങ്കിലും കാണാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എല്ലാം കണ്ടു തീർക്കണമെന്ന്. ഞങ്ങളുടെ കുറച്ച് കാണാനുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ കാണാനുള്ള എല്ലാ പെൻഡിങ് ധ്യാനങ്ങളും ഇരുന്ന് കണ്ടു. അതോടുകൂടി ഞങ്ങളുടെ PR-ൻ്റെ നോമിനേഷൻ അപ്രൂവായി. മെഡിക്കലിന് ഡേറ്റ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ മെഡിക്കലിന് ലെങ്ങിൽ കാൽസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സ്റേക്ക് മുന്നേ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ മെഡിക്കൽ ക്ലിയറായി. 2ാമത്തെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ അവർ പറഞ്ഞു പീഡിയാട്രിക് നേഴ്സ് തന്നെ വേണം, അവർക്കെടുക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി തിരിച്ചു പോകാനുള്ള ബസ് ടിക്കറ്റ് എല്ലാം എടുത്തിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പീഡിയാട്രിക് നേഴ്സാണ്, ഞാൻ എടുത്തുകൊള്ളാമെന്ന്. പക്ഷേ അവർ സമ്മതിക്കാത്തതാണ്. പക്ഷേ അവർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തു, അവർക്ക് കൊടുത്തു. ഞങ്ങൾ മെഡിക്കൽ പാസ്സായി. ഞാൻ OET പാസ്സായപ്പോഴും ഞാൻ എൻ്റെ അപ്പനോടും അമ്മേനോടും പറയുന്നതിന് മുന്നേ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് എല്ലാവരോടും ഞാൻ OET പാസ്സായ കാര്യം പറഞ്ഞത്. അതേപോലെ എനിക്കിപ്പോൾ PR കിട്ടിയപ്പോൾ ഞങ്ങൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. 1 മാസമായി PR കിട്ടിയിട്ട്. ആദ്യം അമ്മ മാതാവിൻ്റെ അടുത്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂവിന് കൊച്ചിൻ്റെ സ്കൂളിൽ തന്നെ ജോലി കിട്ടി. എഡ്യൂക്കേഷണൽ അസിസ്റ്റൻ്റായിട്ട് എന്നെ ജോലി ലഭിച്ചു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ. പിന്നെ എൻ്റെ ടെമ്പററി ജോലിയായിരുന്നു. ഞങ്ങളുടെ ഹെഡിനോട് പറഞ്ഞു എനിക്ക് പെർമനൻ്റായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങനെ ഹെഡിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു അന്ന്. ലാസ്റ്റ് ഡ്യൂട്ടീൻ്റെ തലേ ദിവസം തന്നെ എൻ്റെ ജോലി പെർമനൻ്റ് ആക്കി തന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും 11-ാം തീയതി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ജോബ് ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്തതും 11-ാം തീയതിയാണ്. അത് 17-ാം തീയതിക്കുള്ളിൽ എനിക്ക് ചെയ്തു കൊടുക്കണമായിരുന്നു. ഞങ്ങൾ വെക്കേഷന് വരുമായിരുന്നു. അവിടെ ഹോട്ടൽ റൂമിൽ വെച്ചാണ് എനിക്ക് ഇമെയിൽ വന്നത്. അങ്ങനെ മെസ്സേജ് വന്നു. ഞാൻ അവിടെ വെച്ച് തന്നെ സൈൻ ചെയ്ത് കൊടുത്തു. അതങ്ങനെ 11-ാം തീയതി തന്നെ ഞാൻ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ജോലി പെർമനൻ്റായി. എൻ്റെ പേര് ഡിൻസൺ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യാറുള്ളത് അനാഥാലയത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് പിള്ളേരുകൾക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ദൈവികമായ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞായറാഴ്ചകളിലും മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളിലും കൂടുതൽ സമയം ചെലവഴിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രം, വൈഫായാലും അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഡോക്ടേഴ്സിനൊക്കെ ഇംഗ്ലീഷ് പത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ അമ്മയോട് ഭയങ്കര സ്നേഹത്തോടെയാണ് അമ്മയെ കാണുന്നതും. അതുപോലെ ഇങ്ങോട്ട് ഞങ്ങൾ ലീവിന് പോരുമ്പോൾ വൈഫിനോട് പറഞ്ഞ് പലർക്കും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് അത് ഞങ്ങളിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹാർട്ട് കാണിച്ചു തരാറുണ്ട്. അതുപോലെ പൂക്കൾ കാണിച്ചു തരും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ അങ്ങനെ കുറേ 1000 അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2026 ബെസ്റ്റ് നേഴ്സ് അവാർഡ് എനിക്ക് ഓസ്ട്രേലിയയിൽ ലഭിച്ചു. അത് മാതാവിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
കിബാച്ച മാതാവേ,